പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിതമായ മറ്റൊരു ചിന്തയിലേക്ക് നമുക്ക് ഏവർക്കും ഈ പ്രഭാതത്തിൽ കടന്നു വരാം. അതിനുവേണ്ടി ദൈവാത്മാവ് നമ്മെ എല്ലാവരെയും ഒരുപോലെ ഒരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വേഗത്തിൽ ആ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാമല്ലോ. യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുകയാണ്: നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ പൊട്ടിയാർക്കും, ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. അതേ പ്രിയരെ, വളരെ അനുഗ്രഹീതമായ ഒരു അനുഗ്രഹത്തിന്റെ വാക്കുകളാണ് ഇവിടെ നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നത്, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ചാണ് നമുക്കിവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത്. ഇങ്ങനെയാണെന്ന് വായിച്ചത്. ആമേൻ. നിങ്ങൾ സമാധാനത്തോടെ പുറപ്പെടും. നിങ്ങൾക്കൊരു പുറപ്പാട്, സമാധാനത്തോടെ നിങ്ങൾ പുറപ്പെടാൻ വേണ്ടി പോകുകയാണ്. ഒരുപക്ഷെ ഇന്നെൻ്റെ ജീവിതയാത്രയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾക്കകത്ത് നിങ്ങൾക്കൊരു പുറപ്പാടിന് വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കും. ഒരു പുറപ്പാട്, ഭവനത്തു നിന്ന് ഒരു പുറപ്പാട്, അല്ലെങ്കിൽ ഈ ഒരു അന്തരീക്ഷത്തിനകത്ത് നിന്ന് എനിക്കൊരു പുറപ്പാട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കാം. ഈ ഒരു സിറ്റുവേഷൻ്റെ അകത്ത് നിന്ന് എനിക്കൊന്ന് പുറപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടായിരിക്കാം. ഒരുപക്ഷെ ജോലി മേഖലകൾക്കകത്തേക്ക് ഒരു പുതിയൊരു പുറപ്പാടിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കാം. ഒരുപക്ഷെ മറ്റേതെങ്കിലുമൊക്കെ ജീവിത സാഹചര്യത്തിൻ്റെ നടുവിൽ ഒന്ന് മാറിയാൽ, ഈ ഒരു അന്തരീക്ഷത്തിനകത്ത് നിന്ന് എനിക്കൊന്ന് മാറിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കാം. അവരോടെല്ലാം ദൈവാത്മാവ് പറയാണ്, നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടാൻ വേണ്ടി പോകുകയാണ്. വിശ്വസിക്കാൻ എത്ര പേർക്ക് ഇന്ന് മനസ്സുണ്ട്? അവരോട് ദൈവം പറയാം, നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. നിങ്ങൾ സന്തോഷത്തോടാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോഴത്തെ സ്റ്റെപ്പിനകത്ത് പോലും നമുക്ക് ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിനകത്ത് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ലായിരിക്കാം. പക്ഷെ ദൈവം പറയുകയാണ്, നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്, അത് സന്തോഷത്തോടു കൂടി ആയിരിക്കും. അതേ പ്രിയർ, അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ വിശ്വസിച്ച ജീവിതത്തിൻ്റെ എല്ലാ ഏരിയകളെയും നന്നായി ഹാൻഡിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം നമ്മുടെ ബിഹൈൻഡിൽ ദൈവത്തിൻ്റെ ആലോചന ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ പുറപ്പെടാൻ കഴിയും. ഒരുപക്ഷെ ജീവിത സാഹചര്യത്തിനകത്ത് നിന്ദിക്കപ്പെടുന്നത് പോലെ ഒരു അനുഭവമൊക്കെ ആയിരിക്കാം ആ പ്രസൻറ്റിൽ നിങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷേ ദൈവം പറയുക, ദൈവത്തിൻ്റെ ആലോചന നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ആ പുറപ്പാട് പോലും സന്തോഷത്തോടു കൂടി ആയിരിക്കും. കാരണം ദൈവിക പദ്ധതികൾ കുറിച്ച് നമുക്ക് ആത്യന്തികമായിട്ടൊരു മനസ്സിലാക്കലുണ്ടെങ്കിൽ അവിടെ നമുക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് വചനം പറയുക. കാരണം എൻ്റെ യാത്രയ്ക്ക് പിന്നിൽ ഒരു ദൈവശബ്ദമുണ്ട്, ഇല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഈ വഴികൾക്കകത്ത് പിന്നിൽ, അതിൻ്റെ പിന്നിൽ ഒരു ദൈവശബ്ദമുണ്ട്. ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ കാര്യത്തിൻ്റെ പിന്നിൽ ഒരു ദൈവശബ്ദമുണ്ട് എന്ന് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുകയാണ്, നിങ്ങൾ സന്തോഷത്തോടു കൂടിയായിരിക്കും പുറപ്പെടുന്നത്. ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഏരിയ ആയിരിക്കും, ഇഷ്ടമില്ലാത്തൊരു കാര്യങ്ങളായിരിക്കാം, അതിലേക്കായിരിക്കും ഒരു പക്ഷെ നമ്മൾ പുറപ്പെടാൻ പോകുന്നത് പോലെ നിൽക്കുന്നത്. പക്ഷെ ദൈവം പറയുകയാണ്, ഇതിൻ്റെ പിന്നിൽ ഒരു ദൈവിക ആലോചന ഉണ്ടെന്ന് തോന്നിയാൽ, ഇതിൻ്റെ പിന്നിൽ, ഈ ഒരു സാഹചര്യത്തിൻ്റെ പിന്നിൽ ദൈവിക ശബ്ദമുണ്ടെന്ന് നമുക്ക് നന്നായി മനസ്സിലാക്കിയാൽ ദൈവം പറയുകയാണ്, നിങ്ങൾ സന്തോഷത്തോടെ, അതിന് മധ്യത്തിൽ നിങ്ങൾക്കൊരു നിരാശ വരത്തില്ല, ഭാരം വരത്തില്ല. കാരണം ദൈവത്തിൻ്റെ ശബ്ദമാണ് നിങ്ങളെ നയിക്കുന്നത്, പൂർണ്ണ നിശ്ചയമാണ് നിങ്ങൾ ആ സന്തോഷത്തിലേക്ക് നടത്തുമാറാക്കുന്നത്. അപ്പോൾ ഇവിടെ വചനം പറയുന്നു, നിങ്ങൾ സന്തോഷത്തോടെ എന്ത് ചെയ്യും? പുറപ്പെടും. എന്നിട്ട് പറയുന്നു, സമാധാനത്തോടെ നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. രണ്ടാമത്തെ കാര്യം പറയുന്നു, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. കണ്ടോ? അപ്പം അതിൻ്റെ പിന്നിൽ ഞാനാണ് പറഞ്ഞയക്കുന്നത്, അല്ലെങ്കിൽ ദൈവമാണ് നിങ്ങളെ പറഞ്ഞയക്കുന്നത്. നിങ്ങളെ ഒരുപക്ഷെ ഒരു വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന സാധനങ്ങൾ കെട്ടിപ്പെറുക്കുന്നു, ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു, ഇല്ലെങ്കിൽ മറ്റൊരു ജോലി നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു ദേശത്തായിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അത്രമാത്രം സൗകര്യമുള്ള ഒരു സ്ഥലമായിരിക്കത്തില്ല, പക്ഷെ അങ്ങോട്ടേക്ക് വേഗം ഒരു പുറപ്പാട്. ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് ഇഷ്ടക്കേട് പോലെയൊക്കെ മനസ്സ് തോന്നാമെങ്കിലും ദൈവം പറയുകയാണ്, ഇതിന് ഞാൻ നിങ്ങളെ പറഞ്ഞയക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങൾ പറഞ്ഞയക്കും. അപ്പം ഞാൻ സമാധാനപരമായി എന്ത് ചെയ്യും? നിങ്ങളുടെ മനസ്സിനകത്ത് സംഘർഷഭരിതമായിട്ടുള്ള അനുഭവത്തിന് ആയിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിലും ദൈവം പറയും, നിങ്ങളുടെ ഉള്ളിൽ പക്ഷേ ആരും കാണാത്തൊരു സമാധാനം ഹിഡനായിട്ട് കിടക്കുന്നുണ്ട്. ആരും കാണാത്തൊരു സമാധാനം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. അതുകൊണ്ട് പറയും, നിങ്ങൾ സമാധാനത്തോടെ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ പറഞ്ഞയക്കും. നിങ്ങൾ പോകുന്നതല്ല, ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുകയാണ്. സമാധാനത്തോടെ ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് പറയുന്നു,
നിങ്ങളെ പറഞ്ഞേക്കും, മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും. നീ സമാധാനത്തോടെ സന്തോഷത്തോടെയാണ് ചുവടുകൾ എടുത്തു വെക്കുന്നതെങ്കിൽ മല എന്ത് ചെയ്യാം? നിങ്ങളെ കണ്ട് പൊട്ടിയാർക്കും. അതായത് നിങ്ങൾ സന്തോഷത്തോടെ വരുന്നത് കൊണ്ട് എന്താണ് ആ ഒരു വിഷയത്തിനകത്ത് പോലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും, അധേശം സന്തോഷിക്കാനായിട്ട് ഇടയായി തീരും. അപ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കുന്നു അതുപോലെ ആയിരിക്കും നമ്മുടെ മുൻപിലുള്ള അന്തരീക്ഷങ്ങൾ ക്ലിയർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അന്തരീക്ഷം ഒരുപക്ഷെ മോശമായിരിക്കും, പക്ഷെ നീ സന്തോഷത്തോടെ അതിനോട് പ്രതികരിക്കുന്നെങ്കിൽ ആ ഒരു സംഘർഷഭരിതമായ അനുഭവത്തെ പോലും സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് വചനം വളരെ വ്യക്തതയോടെ പറയാം. അതായത് മലകൾ പോലും എന്ത് ചെയ്യും? നിങ്ങളുടെ മുൻപിൽ പൊട്ടിയാർക്കും. മലകൾ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ പോലെയുള്ളത് പോലും നിങ്ങളുടെ മുൻപിൽ എന്ത് ചെയ്യും? പൊട്ടിയാർക്കുവാനിടയായി തരും. കാരണം നിങ്ങളുടെ സന്തോഷം അങ്ങനെയുള്ളതിനെ പോലും സന്തോഷിപ്പിക്കാൻ കഴിയും, മലകളെ പോലും സന്തോഷിപ്പിക്കാൻ കഴിയുമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള വിഷയങ്ങൾ പോലും നിൽക്കുവാണെങ്കിലും അതിനെ പോലും ഇല്ലായ്മ ചെയ്യാൻ നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കഴിയുമെന്നാണ് ഇവിടെ വചനം പറയുന്നത്. അതായത് ഞാൻ സന്തോഷത്തോടാണ് ഒരു മനുഷ്യനോട് പ്രതികരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും സന്തോഷമുണ്ടാകും. ഞാൻ നിരാശയോടെ അവരോട് ഒരു വാക്ക് പറയുന്നതെങ്കിൽ നമ്മുടെ വാക്കുകൾ അവരെ സ്വാധീനിക്കും, അവരെ ഒന്നുകൂടി നിരാശയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ ഞാൻ സന്തോഷത്തോടെയാണ് അവരോട് പെരുമാറുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന സന്തോഷം അവരോട് ഞാൻ സംസാരിക്കുമ്പോൾ അവരിലേക്കും അത് വ്യാപരിക്കാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ അങ്ങനെയാണ് മനുഷ്യൻ എല്ലാവരും പരസ്പരം ബന്ധിക്കപ്പെട്ട് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പം ഞാൻ നിങ്ങളും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് തയ്യാറാകണം. കാരണം ദൈവമാണ് സന്തോഷത്തെ തരുന്നത്. രണ്ടാമത്തെ കാര്യം, സമാധാനത്തോടെ ഞാൻ നിങ്ങളെ പറഞ്ഞേക്കും. നിങ്ങൾ സമാധാനത്തോടെ പോകുന്നെങ്കിൽ നിങ്ങളുടെ എന്താണ് ഏറ്റവും മോശമായ സിറ്റുവേഷൻ പോലും നിങ്ങളുടെ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യും? അത് വഴിമാറാനായിട്ട് ഇടയായിത്തീരും. ഇല്ലെങ്കിൽ നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങളുടെ അറ്റ്മോസ്ഫിയറിനെ മാറ്റുന്നത്, നിങ്ങളുടെ അന്തരീക്ഷത്തെ മാറ്റുന്നത്. അപ്പോൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കാര്യം പറയുന്നു, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞേക്കും, കർത്താവ് പറഞ്ഞേക്കും. മൂന്നാമത്തെ കാര്യം പറയുന്നു, മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും. മലകൾ പോലെയുള്ളത്, കുന്നുകൾ പോലെയുള്ളത് നീ സന്തോഷത്തോടാണ് നിൽക്കുന്നത്, നീ സന്തോഷത്തോടെയാണ് ആ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ അതുപോലെ നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കാനായിട്ട് ഇടയായി തീരും. മാത്രമല്ല ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. കണ്ടോ, നമുക്കതൊന്നും മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. പ്രകൃതി പോലും നമ്മുടെ സന്തോഷം പ്രകൃതിക്ക് പോലും ഇഷ്ടമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ദൈവം ഈ ഒരു അന്തരീക്ഷത്തിനകത്ത് സകല സമാധാനം നമുക്ക് ജീവിക്കാൻ ആവശ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രകൃതിക്കകത്ത് പോലും ദൈവം കൈമാറിയിട്ടുണ്ട്. നമുക്ക് ഒരു സൊല്യൂഷൻ ഇല്ലാത്ത പരിഹാരമില്ലാത്ത ഒരു വിഷയം ഭൂമിയിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം. അതിൻ്റെ സൊല്യൂഷൻ മറ്റൊരു ഭാഗത്തുണ്ടായിരിക്കും. എനിക്കൊരു പക്ഷെ നല്ല വിഷയത്തിൻ്റെ മധ്യത്തിൽ ഞാൻ നടക്കുമ്പോഴും മറ്റൊരു ഭാഗത്ത് എൻ്റെ വിഷയത്തെ പരിഹരിക്കാൻ മറ്റൊരാളുടെ കയ്യിൽ അതിന് മറുപടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയത്തിനകത്തേക്ക് കടക്കാതിരിക്കും. മനുഷ്യൻ എപ്പോഴും പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ എന്നുള്ളത്. പക്ഷെ അതൊന്നിനും പരിഹാരമാകുന്നില്ല. മറിച്ച് എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? എൻ്റെ സൊല്യൂഷൻ എനിക്ക് കഴിയുന്നില്ല എങ്കിലും എൻ്റെ ഉത്തരമാകാൻ പലർക്കും ഇവിടെ സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. എനിക്ക് സമാധാനമില്ലാത്തൊരു വിഷയം, എനിക്ക് പണമില്ലാത്തൊരു വിഷയം ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പലർക്കും അത് സാധിക്കും. എന്നാൽ നമ്മളൊന്നും അവരുടെ അടുക്കലേക്ക് എത്തപ്പെടുന്നില്ല, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നില്ല എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ദിവസങ്ങളിൽ സ്വർഗം പറയുന്നു, നമ്മൾ അനുഭവിക്കുന്ന എന്ത് സംഘർഷമാണെങ്കിലും അതിൻ്റെ നടുവിൽ നിനക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഞാനാണ് നിന്നെ പറഞ്ഞയച്ചത് എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിനകത്ത് ദൈവിക സമാധാനത്തോടെ നിൽക്കാൻ കഴിയും. ദൈവം അതിനായി നമ്മെ എല്ലാവരെയും ഒരുപോലെ ഒരുക്കട്ടെ. ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ കൂടി വചനം വായിക്കുന്നു, നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. എന്നിട്ട് പറയുന്നു, സമാധാനത്തോടെ നിങ്ങളെ ഞാൻ പറഞ്ഞയക്കും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും. ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. അത് നിങ്ങളെ എതിരേൽക്കാൻ, നിങ്ങളുടെ സന്തോഷത്തെ സ്വീകരിക്കാൻ പ്രകൃതി പോലും റെഡിയാണെന്ന് ഓർക്കുക. അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകാൻ വേണ്ടി പോകുന്നു. നീ സന്തോഷിച്ചാൽ നിന്റെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകും. അതെ, നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ഒന്ന് സന്തോഷഭരിതമായ അനുഭവത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ദൈവാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ആമേൻ. God bless you. Praise the Lord.